സ്ത്രീകളെ വലിച്ചിഴച്ച് നഗ്നരായിട്ട് കൊണ്ടുപോകുന്നു. അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്ന ക്ലിപ്പുകളായിട്ട് മാറുന്നു. അങ്ങനെയെല്ലാമുള്ള സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, എന്തേ പ്രധാനമന്ത്രി അത്ര കഠിനമായ രീതിയിലുള്ള കടന്നാക്രമണം നടന്ന മണിപ്പൂരിലേക്കില്ല, അവിടെ എന്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്നില്ല? പിന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ആളെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതാ കാര്യം, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. അത് ബിഷപ്പുമാർ പോകണോ പോകണ്ടോ എന്നുള്ളതെല്ലാം ബിഷപ്പുമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലൊന്നും ഞങ്ങൾ കയറി ഒരു അഭിപ്രായം പറയേണ്ടുന്ന പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ഒരു ഭൗതിക സാഹചര്യത്തിൽ പോകണം. ഇപ്പോൾ ക്രിസ്മസ് തന്നെ ഇസ്രയേലിൻ്റെ കടന്നാക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തിമത്തായിട്ടുള്ള ബോംബാക്രമണം നടത്തി കുട്ടികളെ കൊല്ലുക, വംശഹത്യ നടത്തുക, പാലസ്തീനെ ഇല്ലാതാക്കുക. ആ സന്ദർഭത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ പോപ്പ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞത് ഇപ്രാവശ്യത്തെ ആഘോഷത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വളരെ ആവേശകരമായ ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന പോപ്പ് അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇതുപോലെ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ശക്തികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണമെന്നുള്ളത് അവരുടെ ചിന്തക്ക്, അവരുടെ തീരുമാനത്തിന് വിടുകയല്ലാണ്ട് വേറെ ഞങ്ങൾക്കതിലൊന്നും വിശദീകരിക്കാനില്ല. പോപ്പ് മഹാനായിട്ടുള്ള ഒരു മത സംവിധാനത്തിൻ്റെ മുഴുവൻ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകൾ മറ്റ് ബിഷപ്പുകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് ലോകം മുഴുവൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കത്തിൻ്റെയും പ്രശ്നമില്ല. ഇതേവരെ വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചവർ തർക്കം ഇപ്പോൾ അവസാനിപ്പിച്ചു. നല്ലത്. മന്ത്രിസഭാ പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷം പഴയ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി അവിടെ പ്രവർത്തനമൊന്നുമില്ല എന്നുള്ള തരത്തിൽ പരാമർശം നടത്തുന്നുണ്ട്. പഴയ മന്ത്രി പാർട്ടിക്ക് ഒരു കത്ത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് ഇതിൽ പരാതി പറയും എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്. പരാതി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പാർട്ടീൻ്റെ മുമ്പിലൊന്നും വന്നിട്ടില്ല. നമുക്ക് ആലോചിക്കാം, അതൊക്കെ നമ്മൾ പരിഹരിക്കും. അതിന് വലിയ വിഷമം ഉണ്ടാവണ്ട. അതായത് പഴയ മന്ത്രിയും പുതിയ മന്ത്രിയും രണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണല്ലോ. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കും. LDF എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകും. അതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവേണ്ട യാതൊരു പ്രശ്നം. അവസാനിപ്പിക്കാം അല്ലേ? കേരളത്തിലെ കോൺഗ്രസിൽ അതിലൊരു പങ്കുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസ്സിന് അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള വർഗീയ നിലപാടിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവിടെ ആവില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. കേരളത്തിന് അപ്പുറത്ത് കടന്നാൽ ഇവരെല്ലാം മൃദു ഹിന്ദുത്വത്തിൻ്റെ നിലപാടാണ്. നിങ്ങളുടെ തന്നെ ഒപ്പമാണ്. ഹിന്ദുത്വത്തിൻ്റെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഒപ്പം തന്നെയാണ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ മധ്യപ്രദേശിലെടുത്ത കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആകെ അവിടെ ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് ഹിന്ദി മേഖലയിലാകെ. അതറിയാലോ, ഒറ്റ മുഖ്യമന്ത്രിയുള്ളൂ. ഹിന്ദി മേഖലയെല്ലാം കൂടി ചേർന്നുകൊണ്ട് കോൺഗ്രസ്സിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആരാണ്? അദ്ദേഹം എന്താ പറഞ്ഞേ? വിളിച്ചില്ലെങ്കിലും പോകുന്നതാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് വിളിക്കാൻ തന്നെ പോകുമ്പോൾ ഇരിക്കുക അവിടെ ആൾ. പിന്നെ വിളിച്ചാൽ പോകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ സംബന്ധിച്ച് അവർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ മതനിരപേക്ഷതയും ഒക്കെ. അതിൻ്റെ അപ്പുറം കടന്നാൽ പിന്നെ അതൊന്നുമില്ല. അപ്പോൾ ഒരുതരം അവസരവാദപരമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് കേരളത്തിൽ. അവിടെയുള്ള കോൺഗ്രസ് എപ്പോഴും ഇതേ നിലപാട് തന്നെയാണ്. ഇവിടെയുള്ള കോൺഗ്രസ്സാണ് അവസരവാദ നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഇവിടെ മതനിരപേക്ഷ ശക്തികൾക്ക് നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ ആ സ്വാധീനത്തിൻ്റെ മേലെ കയറി എന്തെങ്കിലും പറയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ എപ്പോഴും ഈ മതനിരപേക്ഷത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് പറയുന്നതിന് അടിസ്ഥാനമാകുന്നത്. വേറെ കാര്യമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും പറയാൻ പറ്റില്ല. ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, സുഖു ഞങ്ങൾ വിളിക്കാൻ തന്നെ ഞങ്ങൾ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്.